പുന്നയാർ വെള്ളച്ചാട്ടത്തിന്റെ ഇത് വട്ടോൻപാറ പാലമെന്നാണ് ഇതിനറിയപ്പെടുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി. ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അതേ മോഡലിൽ തന്നെ ഉള്ള, അത്രയും വലുതല്ലെങ്കിലും ഒരു ചെറിയ വെള്ളച്ചാട്ടം, ഇടുക്കിയുടെ അതിരപ്പള്ളി എന്നറിയപ്പെടുന്ന പുന്നയാർ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. ബെല്ലൈക്കണ് കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെച്ചാൽ ഞങ്ങളിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. പരമാവധി എല്ലാവർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും കൂടെ ഓർമ്മിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അധികം യാത്രികർ അറിയാത്ത ഇടുക്കിയുടെ മനോഹര മുഖമാണ് കഞ്ഞിക്കുഴി. ഹൈറേഞ്ചിൻ്റെ പ്രവേശന കവാടമായ ഇവിടെ സഞ്ചാരികൾക്കായി നിരവധി വ്യൂ പോയിൻ്റുകളും ഗുഹകളും വെള്ളച്ചാട്ടങ്ങളുമുണ്ട്. മൈലാപ്പുഴയുടെ അടിവാരത്ത് നിന്നും പിറവിയെടുക്കുന്ന പഴയരിക്കണ്ടം പുഴ അനവധി ചെറു തോടുകളുടെ കൂടിച്ചേരലുകളാൽ കിലോമീറ്ററുകളോളം നിരനിരയായി ചെറുവെള്ളച്ചാട്ടങ്ങൾ സൃഷ്ടിച്ച് ഒഴുകി പുന്നയാറിൽ പതിക്കുന്നു. ഈ പുന്നയാറിൽ നിന്നും ചൂടാൻ സിറ്റിയിലേക്കായി കിടക്കുന്ന ചെറിയ പാലത്തിനടിയിലൂടെ കളകള ശബ്ദമുണ്ടാക്കി ആഴത്തിലേക്ക് പരന്ന് ഒഴുകിത്തുടങ്ങും. ഈ പാലത്തിന് സമീപം മാത്രമേ വാഹനങ്ങൾ എത്തുകയുള്ളൂ. ഇവിടെ നിന്ന് 1.5 കിലോമീറ്ററോളം കാൽനടയായി താഴോട്ട് നടന്നു പോകണം. അവിടെയാണ് പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടം. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനെ അനുസ്മരിപ്പിക്കുന്ന അതേ വിധത്തിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് താഴെ നിൽക്കുന്നത്. ഇവിടെയുള്ളത് ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ എന്തോ സംഭവം ഉണ്ടാക്കി വെച്ചിരുന്ന, പക്ഷെ ഇതൊന്നും ഇല്ല. കടയാണ്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പുന്നയാറിലുള്ള ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ്. പക്ഷെ ഇവിടെ ടോയ്ലറ്റ് ഒക്കെ ഇപ്പൊ ഈ കണ്ടീഷനാണ് കിടക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് കോംപ്ലക്സാ, അടച്ചിട്ടേക്കുക. ഇവിടെ തുറന്നിട്ടുണ്ട്. ഓപ്പണൊന്നുമല്ല, വെള്ളവും ഇല്ല, വെളിച്ചമില്ല, ഒന്നുമില്ല. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ. പുന്നയാർ വെള്ളച്ചാട്ടത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷൻ കേട്ടോ. ഇതിലെ നമുക്ക് ഇറങ്ങിപ്പോവാം. ചെറിയൊരു വഴിയുണ്ട്. അതിശക്തമായ മഴയൊക്കെ ഉള്ള സമയത്ത്, വെള്ളമുള്ള സമയത്താണ് ഇതിലെ ആളുകളെ ഇറക്കുകയല്ല. പിന്നെ അപകടങ്ങൾ വരാതെയും വരുത്താതെയും നമ്മൾ തന്നെ ശ്രദ്ധിക്കണം, അല്ലേ? ഇനിയുള്ള വഴികളെല്ലാം നടന്നു പോകണം കേട്ടോ. ഓഫ് റോഡാണ്, താറൊന്നുമില്ല. കോൺക്രീറ്റൊക്കെ ചില ഭാഗങ്ങളിൽ കൊണ്ടെന്ന് പറയുന്നു. ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. താഴോട്ട് നടന്നു നോക്കാം. പരിസരങ്ങളൊക്കെ നല്ല അടിപൊളി പ്രദേശങ്ങളാണ് കേട്ടോ. നല്ല ഭൂപ്രകൃതിയാണ് കാഴ്ചയ്ക്ക്. അത് നേരിട്ട് കണ്ടാലേ അത് നമുക്ക് അതിൻ്റെ മനസ്സിലാകുള്ളൂ. ഇപ്പോൾ വീഡിയോയിലൂടെ കണ്ടാൽ അത് അത്ര ഭംഗിയായിട്ട് തോന്നില്ല, എങ്കിലും അതിമനോഹരമായൊരു വൈബ് നമുക്ക് കിട്ടും. വഴി വളരെ മോശമാണ്, വാഹനങ്ങളൊന്നും ഇറങ്ങി പോകില്ല.
ഞാനിപ്പോൾ എത്തിയ സമയം രാവിലെ 8:30-9 മണി ആയിട്ടുള്ളൂ. ഇതുവരെ ഒരൊറ്റ സഞ്ചാരികളെ പോലും കണ്ടിട്ടില്ല കേട്ടോ. ഈ നടന്നു പോകാനുള്ള വഴികൾ നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ ഞാനിങ്ങനെ കടന്നു പോന്നപ്പോൾ ഒരു ബൈക്ക് മാത്രമേ അവിടെ ഇരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നാട്ടുകാരുടെ ആരെങ്കിലും ആയിരിക്കാം. ഇങ്ങോട്ട് ഉണ്ടോ വഴി, നടപ്പ് വഴി മാത്രമേ ഉള്ളൂ. വളരെ ബുദ്ധിമുട്ടാണ് നടന്നു പോകാൻ. ഇത് വനമാണോ, ആരുടെയും കൈവശം ഇരിക്കുന്ന സ്ഥലമാണോ എന്നുമല്ല. ഇതിലേക്ക് കടന്നു പോകണമെങ്കിൽ എൻ്റെ പൊന്നോ ഭയങ്കര പാടാണ്. കല്ലും കൂട്ടം മാത്രമേ ഉള്ളൂ. പക്ഷേ പരിസരങ്ങൾ കണ്ടോ, ഇത് കൊടും വനം പോലെ തോന്നുന്നത്. ചില ഭാഗങ്ങളിലൊക്കെ കൃഷിയിടമാണെന്ന് തോന്നുന്നു, ഒന്നും വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് താഴ്വശമാണ് പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമുള്ളത്. ഇത് കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് വേണ്ടി ഇവിടെ നിന്ന് കഴിയുമ്പോൾ താഴോട്ട് ഭാഗങ്ങളിലൂടെ വെള്ളം ഒഴുകി പോകുന്ന ഭാഗങ്ങൾ കാണാം. ഇവിടെ നിരവധിയായ മറ്റ് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ടാവും. ഇവിടെയൊക്കെ ആളുകൾ ഇറങ്ങി പോകുന്നുണ്ട്. ആളുകളൊക്കെ ഇറങ്ങി അതിലൊക്കെ പോകുന്ന വഴിച്ചാലൊക്കെ കാണുന്നുണ്ട്. അവിടെയൊക്കെ പോയി ആളുകൾ കുളിക്കാനൊന്നും ഇറങ്ങുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ കല്ലിൻ്റെ പൊത്തുകളും അള്ളുകളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ അപകടം നിറഞ്ഞതാണ്. പക്ഷേ എന്നാലും യൂത്തന്മാരൊക്കെ അതിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. യൂത്തന്മാരും ഫ്രീക്കന്മാരും ഒക്കെ ഇറങ്ങി സഞ്ചരിക്കുന്ന സ്ഥലങ്ങളാണ് അവിടെയൊക്കെ. ഏകദേശം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ സമീപം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഈ ഇടതുവശത്തായിട്ട് താഴെ കാണുന്നതാണ് പെരിയാറാണ് കേട്ടോ. ഇതൊരു അഗാധമായൊരു കൊക്കയുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുന്ന് 1000 അടി താഴ്ചയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 1000 അടിയോളം താഴെയാണ് അപ്പോൾ പെരിയാർ കാണുന്നത്. ചെറിയ രീതിയിലാണ് ഒരു ചാല് പോലെ കാണുന്നതാണ് പെരിയാർ. ഈ പുന്നയാർ വെള്ളച്ചാട്ടം ആ വെള്ളം ചേരുന്നതും പെരിയാറിലേക്കാണ്. അങ്ങനെ നമ്മളിപ്പം പുന്നയാർ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രധാന ഭാഗത്ത് എത്തിയിരിക്കുന്നതാണ്. നമ്മളതിൻ്റെ മുകൾ ഭാഗത്താണ്. മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. മരങ്ങൾക്കിടയിലൂടെയുള്ള കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങാം. അങ്ങനെ നമ്മൾ പുന്നയാർ വെള്ളച്ചാട്ടത്തിൻ്റെ മിനി അതിരപ്പള്ളി എന്നറിയപ്പെടുന്ന പുന്നയാർ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രധാന ഭാഗത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വെള്ളം മുകളിൽ നിന്ന് വരവ് കുറവായതുകൊണ്ടാണ് ഇത്രയും, അല്ലെങ്കിൽ അത് നിരന്ന് ഒഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ സമയം ആയതുകൊണ്ട് ഒക്ടോബർ, നവംബർ, ഡിസംബറോട് കൂടി ഇതിൻ്റെ പൂർണ്ണമായും വെള്ളം പറ്റിപ്പോകുമെന്നാണ് പറയുന്നത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് ധാരാളമായി ഇപ്പോൾ വെള്ളം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും ഭംഗിയുള്ളത്. അല്ലെങ്കിൽ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും തീർത്തത് വറ്റിപ്പോകുന്നതാണെന്ന് നാട്ടുകാരുടെ അഭിപ്രായം, നാട്ടുകാരിൽ നിന്ന് നമ്മൾ അറിഞ്ഞത്. ഏതാണ്ട് 70 അടിയോളം ഉയരമുണ്ട്. ഉയരത്തിൽ നിന്നാണ് ആ വെള്ളം പതിക്കുന്നത് താഴോട്ട്. ഈ താഴെയൊക്കെ ആളുകൾ ധാരാളമായി പോയി നിന്ന് കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊരു മരം വളർന്ന് നിൽപ്പുണ്ട്. കുളിക്കുന്നവർക്ക് ഒരു മറയായിട്ട് ഇപ്പറയുള്ളവർക്ക്. ആ വെള്ളത്തിനടിയിലൊക്കെ ആളുകൾ പോയി നിൽക്കുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ ആളുകളൊക്കെ വരുന്നതേ ഉള്ളായിരിക്കുള്ളൂ. ഈ സമയമായിട്ടും ആരെയും തന്നെ കണ്ടില്ല. ഇപ്പം ഞാൻ മാത്രമാണ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭംഗി നമുക്കങ്ങ് ആസ്വദിക്കാം. ഓക്കെ, ഇത് ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തൊടുപുഴയിൽ നിന്ന് വരാനാണ് ഒരു 40 കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ട് വരുന്നതിന്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം കേട്ടോ.